നമസ്കാരം. എന്തൊരാരവം! തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം മനുഷ്യക്കടലായി മാറി ഇളകിമറിയുന്ന കാഴ്ച. ഒഴുകിയെത്തിയ ജനസാഗരത്തെ സാക്ഷി നിർത്തി കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത അദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. തിങ്ങി നിറഞ്ഞ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് മുൻപാകെ വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ ജനസാഗരം ആഹ്ലാദാരവങ്ങളിൽ മുഴങ്ങി. കേരള ജനത തെരഞ്ഞെടുത്ത ടീം UDF ആ 102 MLA-മാരിൽ 21 പേർ ഇതാ മന്ത്രിസഭയിലേക്ക്. വി.ഡി. സതീശനായി മുറവിളി കൂട്ടിയ കേരളത്തിലെ ജനത ഇന്ന് തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തിയ കാഴ്ച അതുതന്നെയാണ് സെൻട്രൽ സ്റ്റേഡിയത്തെ വ്യത്യസ്തമാക്കിയതും. ജനസഹസ്രമാണ് തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത്. ഒരു പതിറ്റാണ്ടിന് ശേഷമുള്ള UDF മന്ത്രിസഭ. വി.ഡി. സതീശൻ്റെ കൊടിയേറ്റം അക്ഷരാർത്ഥത്തിൽ ആവേശക്കടലായി മാറി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ജനസാഗരം ഇളകി മറിഞ്ഞു. ഒടുവിൽ കേരളത്തിൻ്റെ നായകനായി വി.ഡി. സതീശൻ. വി.ഡി. സതീശന് തൊട്ടു പിന്നാലെ P.K. കുഞ്ഞാലിക്കുട്ടിയുടെ സത്യപ്രതിജ്ഞ. അതിനുശേഷം രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രമേശ് ചെന്നിത്തലയ്ക്ക് തൊട്ടു പിന്നാലെ മോൻസ് ജോസഫും പിന്നീട് അനൂപ് ജേക്കബും മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി. അനൂപ് ജേക്കബ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഷിബു ബേബി ജോൺ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് സഗൗരവം. സംസ്ഥാനത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി സതീശൻ കടന്നു വരുമ്പോൾ ഇതേറെ അപൂർവതകളുടെ ഒരു കൂടിച്ചേരൽ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരൊക്കെ വേദിയിൽ. കെ മുരളീധരൻ്റെ സത്യപ്രതിജ്ഞ ഇംഗ്ലീഷിൽ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തലയെ മാറോടണച്ച് രാഹുൽ ഗാന്ധി. മന്ത്രിസഭയിലെ മൂന്നാമനായാണ് രമേശ് ചെന്നിത്തലയുടെ സത്യപ്രതിജ്ഞ. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച P.K. കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭയിലെ രണ്ടാമനായി സത്യപ്രതിജ്ഞ ചെയ്തു. വേദിയിലേക്ക് കടന്നുവന്ന രാഹുൽ ഗാന്ധിയെ വി.ഡി. സതീശൻ ഹസ്തദാനം ചെയ്തപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആവേശ കൊടുമുടിയിൽ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ കോൺഗ്രസ് പ്രവർത്തകരെ രാഹുൽ ഗാന്ധി അഭിവാദ്യം ചെയ്തു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ വേദി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. ആർപ്പ് വിളിച്ച് പ്രവർത്തകരുടെ ആവേശം. തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഖദർ കടലായി മാറി. വെളുപ്പിന് 5 മണി മുതൽ തിരുവനന്തപുരത്തേക്ക് ജനസാഗരം ഒഴുകിയെത്തി. വന്ദേമാതരം പാടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം. കനത്ത സുരക്ഷയാണ് തലസ്ഥാനത്തൊരുക്കിയിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ജനത്തെ സാക്ഷിയാക്കി 21 അംഗ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു പതിറ്റാണ്ട് കേരളം ഭരിച്ച പിണറായി വിജയൻ സർക്കാർ ഒടുവിൽ ടീം VDS അധികാരമേറ്റെടുക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങൾ. വി.ഡി. സതീശൻ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് കേരളം കരുതുന്നു. ഇതൊരു ആവേശ കൊടുമുടിയുടെ ചിത്രമാണ് നമുക്ക് പകർന്നു നൽകുന്നത്. സമാനതകളില്ലാത്ത ആരവം. കോൺഗ്രസ് പ്രവർത്തകർ ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ഇത്ര ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഴങ്ങിയ മുദ്രാവാക്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനത്തെ വിറകൊള്ളിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങൾ നീണ്ട മാരത്തൺ ചർച്ചകൾ, ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകുന്നത് സംബന്ധിച്ച ചെറു തർക്കങ്ങൾക്കൊടുവിൽ വലിയ അസ്വസ്ഥതകളില്ലാതെ മന്ത്രിസഭ വികസനം പൂർത്തിയാക്കാൻ വി.ഡി. സതീശന് കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കാണുന്ന UDF ഒരുമ. വി.ഡി. സതീശനെ ചേർത്തു നിർത്തി രമേശ് ചെന്നിത്തല ജനസാഗരത്തിന് മുന്നിൽ നിന്നപ്പോൾ ഇതൊരു പുതിയ തുടക്കമാകട്ടെ എന്ന് ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആവേശക്കടലിരമ്പം കണ്ട് VM സുധീരൻ പറഞ്ഞു, ഹൈക്കമാൻഡിൻ്റെ ആ ചോയ്സ് തെറ്റിയിട്ടില്ല. സത്യപ്രതിജ്ഞയ്ക്കായി K. മുരളീധരൻ വേദിയിലെത്തിയപ്പോൾ ജനസാഗരം ഇളകിമറിയുന്ന കാഴ്ച. തലസ്ഥാനത്തിൻ്റെ കരുത്താണ് K. മുരളീധരൻ. K. മുരളീധരൻ പകർന്നു നൽകിയ ഊർജം തലസ്ഥാന നിവാസികളെ വീണ്ടും ആവേശ കൊടുമുടിയിലാഴ്ത്തുന്നു. 102ൻ്റെ കരുത്ത് മാത്രമല്ല, പുതുമുഖങ്ങളും കരുത്തരും നിറഞ്ഞ ഒരു മന്ത്രിസഭയുമായി വി.ഡി. സതീശൻ ഇത് അധികാരമേറ്റെടുത്തിരിക്കുന്നു. 3 വനിതകളുടെ പ്രാതിനിധ്യം. വലിയ പ്രതീക്ഷയോടെയാണ് ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ കേരളത്തിൻ്റെ ഭരണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ഭരണ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന വി.ഡി. സതീശന് 61 വയസ്സ് മാത്രം പ്രായം. പിണറായി വിജയനെ പ്രായാധിക്യത്തിൻ്റെ പേരിൽ ഏറെ വിമർശിച്ച കേരളം പ്രതീക്ഷകളുടെ ഒരു അടയാളമായി വി.ഡി. സതീശനെ കാണുന്നു.
ഇത് സതീശന്റെ കാലമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നു. നാട് നീളെ സതീശൻ ആഘോഷങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ലഡു വിതരണം. KPCC ആസ്ഥാനത്ത് VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പടക്കം പൊട്ടിച്ച നേതാക്കൾ ആഘോഷിച്ചു. എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരമൊരുക്കി ടീം UDF മുന്നോട്ട് കുതിച്ചു. ഇനിയും പരിഹാരവുമായി ടീം UDF കേരളത്തിന് മുന്നിലുണ്ടാകും എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. വീണ്ടുമൊരു ഉമ്മൻചാണ്ടിക്കാലം അത് ഓർമ്മപ്പെടുത്തുകയാണ് VD സതീശൻ്റെ ഓരോ നീക്കങ്ങളും. ഒരിക്കൽ ക്ലിഫ് ഹൗസും സെക്രട്ടേറിയറ്റിലെ ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമൊക്കെ ജനനിബിഡമായിരുന്നു. സമാനതകളിലേക്കാണ് ഇപ്പോൾ കേരളം കടന്നിരിക്കുന്നത്. എവിടെയും വലിയ ആൾക്കൂട്ടം. കന്റോൺമെൻറ് ഹൗസിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ആൾക്കൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ച. ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞയ്ക്കായി VD സതീശൻ പുറത്തേക്കിറങ്ങിയപ്പോഴും അതേ കാഴ്ച. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ തലസ്ഥാനത്തെ ഹോട്ടൽ മുറികൾ നിറഞ്ഞു നിൽക്കുന്നു. കന്റോൺമെൻറ് ഹൗസിലെ ആൾക്കൂട്ടങ്ങൾക്കൊപ്പം കേരളത്തിലെ കോൺഗ്രസ് നേതൃനിര പൂർണ്ണമായി നിൽക്കുന്നു. സന്ദർശകരെ കണ്ട് സെൽഫിയുമെടുത്ത് മുറിയിലേക്ക് കടക്കുകയാണ് പല കോൺഗ്രസ് നേതാക്കളും. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് മറക്കാതെ ക്ഷണിക്കേണ്ടവരുടെ പട്ടിക 2 ദിവസമായി സ്റ്റാഫിന് കൈമാറുകയാണ് സതീശൻ. കന്റോൺമെൻറ് ഹൗസിൽ ഓടി നടന്ന സതീശൻ തൻ്റെ സ്റ്റാഫിനെ കൊണ്ട് പലരെയും വിളിപ്പിക്കുന്നു. അവരെയൊക്കെ വിളിച്ച് പാസ് നൽകണമെന്ന് സതീശൻ സ്റ്റാഫിനോട് നിർദ്ദേശിക്കുന്ന കാഴ്ച. VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുമ്പോൾ കേരളം സമാനതകളില്ലാത്ത പ്രതീക്ഷയിൽ, ഒപ്പം ആവേശ കൊടുമുടിയിലും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.